ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്ലോറൽ പ്രിൻറ്റ് കേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ് ഈ ഫ്ലോറൽ പ്രിൻറ്റ് കേക്ക്. എഡിബിൾ വേഫർ ഷീറ്റിലാണ് ഈ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ബേക്കിംഗ് ഐറ്റംസ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഏത് ഷോപ്പിൽ നിന്നും ഇതിപ്പോൾ വാങ്ങാൻ കിട്ടും. ഇനി നമുക്ക് ഇഷ്ടമുള്ള പ്രിൻറ്റിൽ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ പ്രിൻറ്റ് എടുക്കുന്ന ഷോപ്പിൽ കൊടുത്താൽ മതി. അപ്പോൾ അവർ നമ്മൾ പറയുന്ന അതേ പ്രിൻറ്റ് തന്നെ നമുക്ക് ചെയ്തു തരും. ഇനി നമ്മൾ ഷുഗർ ഷീറ്റിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്യാം, അല്ലെങ്കിൽ വേഫർ ഷീറ്റിലാണ് ചെയ്യണമെങ്കിൽ അതും അവർ തന്നെ ചെയ്തു തരും. അപ്പോൾ രണ്ട് രീതിയിൽ വേണമെങ്കിലും ഇത് ഫോട്ടോ പ്രിൻറ്റ് കിട്ടും. നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിൽ കൊടുത്താൽ മതി, നമ്മൾ പറയുന്ന അതേ രീതിയിൽ തന്നെ അവർ ഇത് ചെയ്ത് തന്നോളും. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കിഷ്ടമുള്ള ഏത് ഫ്ലേവറിൽ വേണമെങ്കിൽ ഈ കേക്ക് ചെയ്യാം. ഞാനിവിടെ സ്നിക്കേഴ്സ് കേക്കിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്നിക്കേഴ്സ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 7 ഇഞ്ചിൻ്റെ പാനിലൊരു ബ്ലാക്ക് സ്പഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. 7 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്താൽ നമുക്ക് ഒരു പ്രിൻ്റ് കൊണ്ട് ഇത് മൊത്തമായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സ്പഞ്ച് 4 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിനേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. സ്നിക്കേഴ്സ് കേക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ മുഴുവനായിട്ടുള്ള റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ കേക്ക് ഐസിങ് ചെയ്തെടുക്കാനുള്ള ക്രീം ഇവിടെ വീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടോഫി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ടോഫി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ഒക്കെ ഞാനിതിന് മുമ്പത്തെ സ്നിക്കേഴ്സ് കേക്കിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ വേണമെന്നുള്ളവർ അത് പോയിട്ട് കണ്ടാൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടോഫി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പീനട്ട് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ക്രീമി പീനട്ട് ബട്ടറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗണാഷ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ബോർഡുമ്പോൾ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ലെയർ സ്പഞ്ച് വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് പാലും അതുപോലെ തന്നെ 1/2 കപ്പ് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാരമൽ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ സ്പഞ്ചിന് നല്ലൊരു ടേസ്റ്റാണ്. ഇനി അതിന് മുകളിലായിട്ട് ക്രീം ഇട്ട് കൊടുക്കാം. ഈ ക്രീമിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പീനട്ട് ബട്ടറും ടോഫി അതുപോലെ ചോക്ലേറ്റ് ഗണാഷ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ക്രീം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ക്രീമിന്. ഇനി ക്രീമിന് മുകളിലൂടെ നമുക്ക് കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കാരമൽ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സ്നിക്കേഴ്സ് കേക്കിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് പൊടിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പീനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് പൊടിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അടുത്ത ലെയർ സ്പഞ്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഫൈനൽ കോട്ട് ക്രീം കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫൈനൽ കോട്ട് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഫിനിഷ് ആക്കി എടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നാക്കി ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്കിന് മുകളിൽ എങ്ങനെയാണ് ഫ്ലോറൽ പ്രിൻ്റ് വെച്ച് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ വേഫർ ഷീറ്റിൽ ചെയ്തിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റ്. ഞാനിത് ഞങ്ങളുടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഷുഗർ ഷീറ്റിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലൊരു കവറിൻ്റെ ഉള്ളിലായിരിക്കും ഈ ഷീറ്റ് വെച്ചിട്ടുണ്ടാവുക. ഇത് നമുക്ക് കേക്കിന് മുകളിൽ വെച്ച് കൊടുക്കാൻ വളരെ ഈസിയാണ്. ഇതുപോലുള്ളൊരു ഷീറ്റാണിത്. ഇതൊരു ചാർട്ട് പേപ്പറിന് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ഇതിന് മുകളിൽ ഒട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഞാനിതുപോലെ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സെൻറ്ററിലൂടെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മാത്രമേ നമ്മൾ 7 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്തിട്ടുള്ള കേക്കിന് മൊത്തമായിട്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ 2 ഷീറ്റ് വാങ്ങേണ്ടി വരും. ഷീറ്റ് ഇതുപോലെ 2ആയി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കേക്കിന് മുകളിലൂടെ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ അധികം പ്രസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇതിന് മുകളിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഈസി ആയിട്ട് തന്നെ ഈ കേക്കിന് മുകളിൽ ഇത് വെച്ച് കൊടുക്കാൻ പറ്റും. നമ്മൾ ഫോട്ടോ പ്രിൻ്റൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. കാരണം അത് അതിന് മുകളിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവാനൊക്കെ സാധ്യത ഉണ്ട്. പക്ഷേ അതൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് വെച്ച് കൊടുക്കാം.
7 ഇഞ്ചിൻ്റെ കേക്കിന് ഇത് കറക്റ്റായിട്ട് വന്നിട്ടില്ല, ചെറിയൊരു ഹോൾസ് വന്നിട്ടുണ്ട് ലാസ്റ്റ് 2 എൻഡ് ആവുന്ന ഭാഗത്ത്. ഒരു 1/4 ഇഞ്ചിൻ്റെ കുറവേ ഉള്ളൂ, പക്ഷെ അത് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഒരു ഷീറ്റ് ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് കേക്കിന് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കേക്കിനേക്കാളും കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ കട്ട് ചെയ്തിട്ട് മാറ്റിക്കളയാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ട് കേക്കിന് മുകളിലേക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ ഷീറ്റ് കേക്കിന് മുകളിൽ മൊത്തമായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിന് മുകളിലൂടെ ഇതുപോലെ ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഫ്ലവർ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. കേക്കിന് മുകളിലായിട്ട് ചെറിയ ഫിയോണി ഫ്ലവറും പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഏത് പ്രിൻറ്റിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഇപ്പോൾ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്നൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.